നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരെ ഇരിക്കട അങ്ങോട്ട്. എന്താ ചാച്ചു, രാവിലെ തന്നെ നല്ല ചൂടിലാണല്ലോ. നീ എന്തോ ഒന്നും സംഭവിക്കാത്ത പോലെ ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നേ? ശാലിനിക്ക് സംഭവിച്ചെന്താന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അതിന് ഞാൻ എന്തിനാ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നേ? വണ്ടി ഓടിച്ചത് ഞാനല്ലല്ലോ. നടന്നതിനെ കുറിച്ച് നിന്നെ അറിയിക്കണോ വേണ്ടയോന്ന് ഞാൻ 100 വട്ടം ചിന്തിച്ചതാ. പിന്നെ എല്ലാത്തിനും സഹായമായിട്ട് നീ മാത്രമല്ലേ ഉള്ളൂന്ന് ചിന്തിച്ചിട്ടാ ഞാൻ എല്ലാം പറഞ്ഞത്. അതിനെക്കുറിച്ച് ഇപ്പൊ എനിക്കൊരു വീണ്ടും വിചാരം ഉണ്ടാവുന്നുണ്ട്. അവളെ സഹായിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ നീ ഇതെല്ലാം ആസ്വദിക്കാ ചെയ്യുന്നേ? ഗിരി നിങ്ങളുടെ പൊതുശത്രു ആയതിനു ശേഷമെങ്കിലും നിങ്ങൾ നല്ലൊരു സഹോദരന്മാരാകുന്ന ഞാൻ കരുതിയത്. പക്ഷെ ആ പ്രതീക്ഷയും പോയി. ചാച്ചു വെറുതെ എന്നിൽ തങ്കച്ചി പാസം ഉണ്ടാക്കാൻ നോക്കണ്ട. എനിക്ക് അവളോടോ അവൾക്ക് എന്നോടോ അങ്ങനെ ഒരു സ്നേഹവുമില്ല. ഇത്ര കാലമില്ലാതെ പെട്ടെന്ന് സ്നേഹം പൊട്ടിമുളയ്ക്കാൻ ഇത് സിനിമയൊന്നും അല്ലല്ലോ. പിന്നെ അവൾ ഈ കുടുംബത്തിന്റെ ഭാഗമാണെന്നൊരു ചിന്ത എനിക്കുണ്ട്. അതുകൊണ്ട് അവൾ ആരുടെയും മുന്നിൽ തോറ്റു പോകുന്നത് എനിക്കത്ര താല്പര്യമൊന്നുമില്ല. ഡാഡി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത്. അതുകൊണ്ട് അവൾ ഒപ്പിക്കുന്ന പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത് എന്റെ ബാധ്യതയാണല്ലോ. അതുകൊണ്ട് ദേ, ചാച്ചു വിചാരിച്ച പോലെ ഞാനിവിടെ വെറുതെ ഇരിക്കായിരുന്നില്ല. രാവിലെ മുതൽ എല്ലാ ആശുപത്രിയിലും നമ്മുടെ ആളുകൾ അന്വേഷണം തുടങ്ങി. ഫ്രാൻസിസ് അടക്കം നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പോലീസുകാരോട് ഒരു ആക്സിഡന്റിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ശാലിനി ആ കുട്ടി ഇടിച്ച വണ്ടി ഇനി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവൾക്ക് ഉപയോഗിക്കാൻ പുതിയൊരു കാറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും പണികൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിവിടെ